പത്തരമാറ്റില് എന്തായാലും മുത്തശ്ശൻ വിവാഹ നിശ്ചയം നിർത്തിവെക്കുകയാണ്. അതായത് അനിയൊരു സ്വപ്നം കാണുന്നതാണ് നന്ദു വന്ന് വിവാഹ നിശ്ചയമൊക്കെ മുടക്കുന്നതും നന്ദു വന്ന് അനിയെ രക്ഷിക്കുന്നതും ഒക്കെ വെറും ഒരു സ്വപ്നമായി തന്നെയാണ് കാണുന്നത്. പക്ഷെ ആ സ്വപ്നം കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബോധ്യപ്പെടുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് തീർച്ചയായിട്ടും നന്ദു എത്തുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രണയം നേടാൻ താൻ മുന്നിട്ടിറങ്ങിയേ മതിയാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് തന്നെ അനി മുത്തശ്ശന് മുമ്പാകെ സത്യങ്ങൾ തുറന്നു പറയുകയാണ്. അതായത് തൻ്റെ മനസ്സിൽ ഒരേ ഒരു പെൺകുട്ടിയെ ഇടം പിടിച്ചിട്ടുള്ളൂ എന്നും അത് നന്ദുവാണെന്നും തനിക്ക് ഈ വിവാഹ നിശ്ചയത്തിന് താല്പര്യമില്ല എന്നും പറയുന്ന ആ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ഇപ്പോഴാണോ പറയുന്നത്? ഇതിനു മുമ്പ് നിനക്ക് പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതല്ലേ ആദർശേട്ടാ, ആദർശേട്ടനും മുത്തശ്ശനും എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും എൻ്റെ ജീവിതം ഒരു ട്രാജഡിയാക്കാനായിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, കഴിയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ അനി പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമല്ലാത്ത വിവാഹ നിശ്ചയം നടത്തേണ്ട എന്ന് മുത്തശ്ശൻ തീരുമാനിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നു. ഒടുവിൽ മുത്തശ്ശൻ അനിയുടെ വിവാഹ നിശ്ചയം നിർത്തിവെക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതുകൂടാതെ നിനക്ക് നിൻ്റെ മനസ്സിൽ എന്താണ് നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? എന്താണ് നിനക്ക് പറയാനുള്ളത്? തുറന്നു പറഞ്ഞേ മതിയാവുകയുള്ളൂ അനി എന്ന് പറയുമ്പോൾ നന്ദുവിനെ ഇഷ്ടമാണ്, നന്ദുവിനെ എന്നെയും ഇഷ്ടമാണ്. നിങ്ങൾ സമ്മതിച്ചാൽ എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നുണ്ട്. അവളെ അല്ലാതെ വേറെ ആരെയും ഞാൻ എന്തായാലും ഈ ജീവിതത്തിൽ ഇനി കൂടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മുടെ അനി പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടു